നമ്മുടെ പാലക്കാടിലെ പുതിയ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരം അങ്ങനെ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വൈകുന്നേരം ആയല്ലോ എന്ന് വിചാരിച്ചു, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാലക്കാടുള്ള സൂഫിയിലാണ് കേട്ടോ കയറിയത്. സൂഫിയിലേക്ക് സത്യം പറഞ്ഞാൽ ആ ഹൈപ്പ് കേട്ടിപ്പം ഫുഡ് അത്രയ്ക്കുള്ളതില്ല. ഇനി ഹൈപ്പ് കൂടിയതുകൊണ്ട് നമുക്ക് ഫുഡിൻ്റെ ഇത് തോന്നിയാണോ എന്താണെന്നറിയില്ല. നമ്മളിതേ 2 ക്വാർട്ടർ പോർഷനാണ് മേടിച്ചത്. എന്നിട്ട് കഴിച്ചിട്ട് ഇത്രയും ബാലൻസാണ്. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതാണല്ലോ, അപ്പോൾ പൈസ കളയണ്ട വെച്ചിട്ട് ഞാൻ പാഴ്സൽ ചെയ്യാൻ പറഞ്ഞു. രാത്രി നല്ല വിശപ്പ് സമയത്ത് കഴിക്കാം. ഭയങ്കര എരിവായിരുന്നു മസാല ഇതുമൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. തിരിച്ചിറങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ഫെസ്റ്റ് നടക്കുന്ന അങ്ങോട്ടേക്ക് പോകണമല്ലോ. ഞാൻ പാലക്കാട് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഒരു ഫെസ്റ്റിന് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ തൃശ്ശൂർ, കൊല്ലത്തൊക്കെ ഒരുപാട് പോയി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. സാധാ ഫെസ്റ്റൊക്കെ നടക്കുന്ന എക്സിബിഷനൊക്കെ നടക്കുമല്ലോ, അതേപോലെ തന്നെ തീം കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നു, അത്ര തന്നെ ഉള്ളൂ. എൻട്രൻസ് ഒക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ കുറേ ഒരു തീം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ് വെള്ളച്ചാട്ടം, വാട്ടർഫോൾസ് ആയിരുന്നു കേട്ടോ തീം വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ നമുക്ക് 150 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ആ പൈസയ്ക്ക് നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഈ വെള്ളത്തിലൊക്കെ നമുക്ക് ഇറങ്ങാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഇതിനകത്ത് ഇരുന്നും കിടന്നൊക്കെ കളിക്കാം. പിന്നെ വെള്ളം ക്ലോറിൻ വാട്ടർ ആയിരിക്കും, അതിൻ്റെയൊക്കെ ചെറിയൊരു ഇത്. അല്ലാതെ അടിപൊളിയാണ് കേട്ടോ. എന്നുമില്ലല്ലോ, വല്ലപ്പോഴും അല്ല, വർഷത്തിലൊക്കെ ആയിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഒരു എൻജോയ്മെൻറ്റ്. അങ്ങനെ ഞങ്ങളെ കുട്ടി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഞങ്ങളും കാലൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഡ്രസ്സ് മാറാനും കാര്യങ്ങൾക്കൊക്കെ ഇതുണ്ട്. നമുക്ക് പിന്നെ ഡ്രസ്സൊന്നും മാറേണ്ട, കാലൊക്കെ നനച്ചാൽ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ നിർത്തി മാറ്റി കൊടുക്കാനല്ലോ. അങ്ങനെ ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം ഒരു 2.5-3 മണിക്കൂറോളം അതിനകത്ത് ചിലവഴിച്ചു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു റൈഡിൽ കയറണമെന്ന്. കുഞ്ഞുനാളിലെ എപ്പോഴും ഒരു പ്രാവശ്യം കയറിയതാണ് കേട്ടോ, അതുകൊണ്ട് ഓർമ്മയില്ല എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഇത് എന്നുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതാണ് കിക്കായിട്ട് പോകുമ്പോൾ കൂടെ, കാരണം ധൈര്യമുള്ള ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം കിട്ടുള്ളൂ. പക്ഷേ ഇനി കയറില്ല, കാരണം ഭയങ്കര പേടിയാവട്ടോ ഇത് ഇങ്ങനെ കറങ്ങുമ്പോൾ. അങ്ങനെ ഇന്നത്തെ വിശേഷതേ ഉള്ളൂ. അടുത്ത വീഡിയോ